ജനനനിരക്ക് കുറയുന്ന സാഹചര്യത്തിൽ പുതിയ പദ്ധതിയുമായി ചൈന. കുട്ടികളെ വളർത്താൻ രക്ഷിതാക്കൾക്ക് ധനസഹായം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് രാജ്യം. ജനനനിരക്ക് കുറയുന്ന സാഹചര്യത്തിൽ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചൈനീസ് സർക്കാർ. കുട്ടികളെ വളർത്താൻ രക്ഷിതാക്കൾക്ക് ധനസഹായമാണ് രാജ്യം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഓരോ കുട്ടികൾക്കും 3600 യുവാൻ, അതായത് 43,500 രൂപ വീതം വാർഷിക ധനസഹായം നൽകുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കുട്ടിക്ക് 3 വയസ്സ് തികയും വരെ ഈ സഹായം രക്ഷിതാക്കൾക്ക് ലഭിക്കും. ഏകദേശം 20 ദശലക്ഷം രക്ഷിതാക്കൾക്ക് പുതിയ പദ്ധതി ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. തിങ്കളാഴ്ചയാണ് ചൈനീസ് സർക്കാർ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത്. കുട്ടികളുടെ സംരക്ഷണത്തിനും വിദ്യാഭ്യാസത്തിനുമുള്ള ഉയർന്ന ചെലവുകൾ, ജോലിയിലെ അനിശ്ചിതത്വം എന്നിവ നിരവധി ചൈനീസ് യുവജനതയെ വിവാഹം കഴിച്ച് കുടുംബം തുടങ്ങുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുന്നുവെന്ന് അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. 2020 മുതൽ ഇങ്ങോട്ട് രാജ്യത്തെ ജനസംഖ്യ കുറഞ്ഞതായാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ജനനനിരക്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ പുതിയ ശ്രമം ഉടൻ തന്നെ മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കും. 2022നും 2024നും ഇടയിൽ ജനിച്ച കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് ആനുകൂല്യത്തിന് അപേക്ഷിക്കാം. ചൈനീസ് പാർലമെന്റിന്റെ വാർഷിക യോഗത്തിൽ ജനനനിരക്ക് വർദ്ധിപ്പിക്കുന്നതിനായി ചൈൽഡ് കെയർ സബ്സിഡിയും സൗജന്യ പ്രീ സ്കൂൾ വിദ്യാഭ്യാസവും പ്രധാനമന്ത്രി ലീ ക്യുയാങ് പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന തുക വളരെ ചെറുതാണെന്നാണ് ക്യാപിറ്റൽ ഇക്കണോമിക്സിലെ സാമ്പത്തിക വിദഗ്ധനായ സിജൻ ഹുവാങ് പറയുന്നത്. പതിറ്റാണ്ടുകളായി തുടർന്നു വന്നിരുന്ന ഒറ്റക്കുട്ടി നയം ജനനനിരക്ക് കുറയുന്ന പശ്ചാത്തലത്തിൽ ചൈന നിർത്തലാക്കിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.